ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കോപ്പ അമേരിക്ക, അതുപോലെ തന്നെ യൂറോ കപ്പ്. നമുക്കറിയാം, ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. സോ ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കേട്ടോ PSC. ഈ വർഷത്തെ യൂറോ കപ്പ് ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നതെന്ന് ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. 2024 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യം എടുക്കാൻ പോകുന്നത് കോപ്പ അമേരിക്കയാണ്. ഈ വർഷത്തെ 2024 കോപ്പ അമേരിക്ക നടന്നത് എവിടെയായിരുന്നു? USA, അമേരിക്കയിലായിരുന്നു നടന്നത്. വെന്യൂസ് ആണ് ഇമ്പോർട്ടന്റ് ആണ്. വെന്യൂസ് ചോദിച്ചു. ഈ വർഷത്തെ യൂറോ കപ്പ് എവിടെയാണ് നടന്നതെന്ന് എക്സാമിന് ഓൾറെഡി ചോദിച്ചു. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ കപ്പ് ഉയർത്തി അർജന്റീന. ചാമ്പ്യന്മാരാകുന്നത് 16ാം തവണ. ഇപ്പൊ ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക കിരീടം ലഭിച്ച രാജ്യം ഏതാണ്? അർജന്റീനയാണ്. 16 പ്രാവശ്യം അവർക്ക് കിട്ടി. ഓക്കെ. ഫൈനലിൽ കൊളംബിയയെ കീഴടക്കി 1-0. ഈ ഒരു ഗോള് അത് നേടിയത് ആരാണ്? അർജന്റീന വിജയ ഗോൾ നേടിയത് ലൗട്ടാറോയാണ് അത് നേടിയത്. ഇനി കോപ്പയിലെ പുരസ്കാരങ്ങൾ പറയുവാണെങ്കിൽ മികച്ച താരം ഹാമിഷ് റോഡ്രിഗസ്, കൊളംബിയയുടെ ഹാമിഷ് റോഡ്രിഗസ് ആണ് മികച്ച താരം. ടോപ്പ് സ്കോറർ ആരാണ്? ലൗട്ടാരോ മാർട്ടിനസ്, അദ്ദേഹമാണ് വിജയ ഗോൾ നേടിയത്. അർജന്റീന 5 ഗോളാണ് അദ്ദേഹം നേടിയത്, 5 ഗോൾ. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന. നമ്മൾ ഒരുപാട് കേട്ടൊരു പേരാണ് അല്ലെ? 2022 ഫിഫ വേൾഡ് കപ്പിൽ നമ്മൾ ഒരുപാട് കേട്ടൊരു പേരാണ് എമിലിയാനോ മാർട്ടിനസ്. അദ്ദേഹമാണ് മികച്ച ഗോൾ കീപ്പർ ഈ വർഷവും. ലൗട്ടാറോ മാർട്ടിനസ്, അർജന്റീന 5 ഗോളാട്ടോ, 5 ഗോള് നേടി. ലയണൽ സ്കലോണി അർജന്റീനയുടെ കോച്ചാണ്. ഇത് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലയണൽ സ്കലോണിയാണ് അർജന്റീനയുടെ കോച്ച്. തുടർച്ചയായ 4 കിരീടങ്ങൾ അർജന്റീനയ്ക്ക് നേടിക്കൊടുത്തു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കോപ്പ അമേരിക്കയും ഫിഫ വേൾഡ് കപ്പും ഒക്കെ അവർക്കാണ് ലഭിച്ചത്. അപ്പൊ തുടർച്ചയായ 4 കിരീടങ്ങൾ അർജന്റീനയ്ക്ക് നേടിക്കൊടുത്ത അർജന്റീനയുടെ കോച്ചാണ് ലയണൽ സ്കലോണി. ഓക്കെ. ഇനി കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യങ്ങൾ പറയുകയാണ്. ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയത് അർജന്റീനയാണ്. 16 കിരീടങ്ങൾ അവർക്ക് കിട്ടി. അർജന്റീന ആദ്യമായി കോപ്പ അമേരിക്ക നേടിയത് 1921 ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. 2ാം സ്ഥാനം ഉറുഗായിക്കും 3ാം സ്ഥാനം ബ്രസീലിനുമാണ്. ഉറുഗായ് 15 കിരീടങ്ങളും ബ്രസീൽ 9 കിരീടങ്ങളും നേടി. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അർജന്റീനയും ഉറുഗായും രണ്ടുപേരും 15-15 എന്നിലായിരുന്നു നിന്നത്. അപ്പൊ 24 ഈ വർഷത്തെ കോപ്പ അർജന്റീനയ്ക്ക് കിട്ടിയപ്പോൾ അവർ ഫസ്റ്റ് ആയി. അപ്പൊ 2024 കോപ്പ അമേരിക്ക നടന്നത് അമേരിക്കയിലാണ്. അർജന്റീനയാണ് വിജയിച്ചത്. ഓപ്പോസിറ്റ് ആരായിരുന്നു? കൊളംബിയ ആയിരുന്നു. 1-0 കൊളംബിയ കീഴടക്കിയത്. വിജയ ഗോൾ നേടിയത് ലൗട്ടാറോയാണ്. ഇവരുടെ കോച്ച് ആരായിരുന്നു? ലയണൽ സ്കലോണി ആയിരുന്നു ഇവരുടെ കോച്ച്. സ്കലോണിയുടെ സ്കായും ഇതും കൂടെ മിക്സ് ആയിപ്പോയി, കോച്ച് ആരായിരുന്നു? ലയണൽ സ്കലോണിയാണ്. ഓക്കെ. ഇനി അടുത്തത് യൂറോ കപ്പ്. യൂറോ കപ്പിന്റെ വെന്യൂ ഈ വർഷം എവിടെയാണ് നടന്നത്? 2024 ജർമ്മനിയിലാണ് യൂറോ കപ്പ് നടന്നത്. സ്പെയിനാണ് കിരീടം നേടിയത്. അവരുടെ 4ാമത്തെ യൂറോ കപ്പാണിത്. ഓക്കെ. യൂറോ കപ്പ് സ്വന്തമാക്കി സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു 2-1. ആരെയാണ് തോൽപ്പിച്ചത്? ഇംഗ്ലണ്ടിനെയാണ്. കിരീടം നേടുന്ന 4ാം തവണ. അത് നമ്മൾ ഷുവറായിട്ട് ഓർത്തിരിക്കണം. 4ാമത്തെ കിരീടമാണത്. ഇനി യൂറോയിലെ പുരസ്കാരങ്ങൾ പറയുവാണെങ്കിൽ മികച്ച താരം ആരാണ്? റോഡ്രിയാണ് മികച്ച താരം. അദ്ദേഹം സ്പെയിനിന്റെ കളിക്കാരനായിരുന്നു. മികച്ച യുവതാരം ലാമിൻ യമാൽ, അതും സ്പെയിനിന്റെ കളിക്കാരൻ തന്നെയായിരുന്നു. ഇനി യൂറോ കപ്പ് വിജയികൾ പറയുവാണെങ്കിൽ സ്പെയിനിനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ഉള്ളത്. അവർക്ക് 4 യൂറോ കപ്പ് കിട്ടി. ഇവർ ആദ്യമായിട്ട് നേടിയത് 1964 ജർമ്മനിക്ക് 3, ഇറ്റലിക്ക് 2, ഫ്രാൻസിന് 2. അങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പൊ യൂറോ കപ്പ് 2024 നടന്നത് ജർമ്മനിയിലായിരുന്നു. സ്പെയിൻ ആണ് വിജയിച്ചത്. ഓപ്പോസിറ്റ് ഇംഗ്ലണ്ട് ആയിരുന്നു. സ്പെയിനിന്റെ 4ാമത്തെ അച്ചീവ്മെന്റ്, 4ാമത്തെ കപ്പാണ്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് നേടിയത് സ്പെയിനാണ്. 2ാം സ്ഥാനം ജർമ്മനിക്കാണ്. അവർ 3 പ്രാവശ്യം നേടി. ഇനി ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? അർജന്റീനയാണ് ഫിഫ റാങ്കിങ്ങിൽ 1ാമത്. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരെ അർജന്റീന ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി. 2ാം സ്ഥാനം ഫ്രാൻസിനാണ്. 3ാം സ്ഥാനം സ്പെയിനിനാണ്. 4ാം സ്ഥാനം ഇംഗ്ലണ്ടാണ്. 5ാം സ്ഥാനം ബ്രസീലാണ്. അപ്പൊ 2ാം സ്ഥാനം ഫ്രാൻസ് ആട്ടോ, മാറിപ്പോകരുത്. 3ാം സ്ഥാനമാണ് സ്പെയിൻ. ഇന്ത്യയുടെ സ്ഥാനം 124. കഴിഞ്ഞ വർഷം നമ്മുടെ സ്ഥാനം 99 ആയിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക്
ഒരുപാട് നമ്മൾ പുറയിലേക്ക് പോയി. 124 ഓക്കെ. കഴിഞ്ഞ വർഷം 99 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. ഇപ്പൊ ഇന്ത്യയുടെ സ്ഥാനം ഫിഫ റാങ്കിൽ 124. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇത് കഴിഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഏത് രാജ്യം നേടി, അവർ എത്രാമത് നേടി, വെന്യൂ എവിടെയാണ് മത്സരങ്ങൾ നടന്നത് ഷുവറായിട്ടും ഓർത്തിരിക്കുക. യൂറോ കപ്പ് ഓൾറെഡി PSC ചോദിച്ചു കേട്ടോ, ഈ വർഷം ചോദിച്ചു. 2024 ഒരു എക്സാമ്പിൾ ചോദിച്ചു, എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഓക്കെ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. കാരണം LD ക്ലർക്ക് ഫസ്റ്റ് ഫേസ് തിരുവനന്തപുരം എക്സാം അടുത്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ താങ്ക് യു.